പങ്കെടുത്തവർ മഹാനായ KM സീതി സാഹിബിന്റെ നിര്യാണത്തെ തുടർന്ന് ലീഗിനെ സ്പീക്കറാക്കാൻ വേണ്ടി സമ്മതിച്ചു. 1961 ഏപ്രിൽ മാസം 17 ബുധനാഴ്ച ഈ ലോകത്തോട് KM സീതി സാഹിബ് ഇവിടെ പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഒഴിവിലേക്ക് ഒരു മുസ്ലിം ലീഗുകാരൻ സ്പീക്കറാകണമെങ്കിൽ ലീഗിൽ നിന്ന് രാജിവെക്കണം എന്ന നിബന്ധന CK ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മുന്നോട്ട് വെച്ചു. മുസ്ലിം ലീഗ് ആ നിർദ്ദേശം സ്വീകരിക്കുക ചെയ്തത്. വികാരജീവികളായ പല ലീഗുകാരും അതിനെതിരായിരുന്നു. പക്ഷേ ബുദ്ധികരമായി ചിന്തിച്ച കായിദെ മില്ലത്ത് പറഞ്ഞു സ്വീകരിക്കണം. അങ്ങനെയാണ് CH മുഹമ്മദ് കോയ സാഹിബിനെ സ്പീക്കറാക്കുന്നത്. ആ സ്പീക്കറായ CH മുഹമ്മദ് കോയ സാഹിബ് 1962 ഫെബ്രുവരി മാസം 24 പരിശുദ്ധ റമദാൻ 18 ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്പീക്കർഷിപ്പ് രാജിവെച്ച് കോഴിക്കോട് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ നീങ്ങി. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ ഇപ്പൊ പറയുന്നില്ല, കാരണം കോൺഗ്രസും നമ്മളും ഘടകകക്ഷികളാണ്. പക്ഷേ ലീഗുകാരെ ഓർക്കണം, പരിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്, ഓർമ്മപ്പെടുത്തൽ വിശ്വാസികൾക്ക് ഉപകാരം ചെയ്യും. അന്ന് ആ പ്രതിസന്ധിയെ തരണം ചെയ്താണ് മുസ്ലിം ലീഗ് പോയത്. അന്ന് ലീഗ് ഒറ്റക്കാ മത്സരിച്ചത്. ഈ മഞ്ചേരി പാർലമെന്ററി നിയോജക മണ്ഡലത്തിൽ നിന്ന് കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എതിരാളികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നോമിനേഷൻ കൊടുത്ത് മണ്ഡലത്തിൽ വരാതെ വോട്ട് ചോദിക്കാതെ വോട്ടർമാരെ കാണാതെ തന്റെ മദ്രാശിയിലെ ദയാമൻസലിൽ ഇരുന്നും കൊണ്ട് തന്നെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആദ്യത്തെ ചരിത്രം. നിയോജക മണ്ഡലത്തിൽ വന്ന് വോട്ടർമാരോട് വോട്ട് ചോദിക്കാതെ ഒരാൾ തെരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് ആദ്യമായി ഇന്ത്യയിൽ സംഭവിച്ചത് ഈ മഞ്ചേരി പാർലമെന്ററി നിയോജക മണ്ഡലം. അതൊരു സംഭവമായിരുന്നു. ആ സംഭവം നമ്മളുടെ ഒരു വഴിത്തിരിവാണ്. ലീഗ് നശിക്കും എന്ന് മാത്രമല്ല, നശിപ്പിക്കണം എന്ന ലക്ഷ്യം വെച്ച് നമ്മളുടെ ശത്രുക്കൾ ഒരു അലിഖിത ബന്ധമുണ്ടാക്കി അപ്രായോഗികമായി എന്ന് നമ്മൾ കരുതിയിരുന്നത് പ്രയോഗത്തിൽ വരുത്തി. ഞാൻ തുറന്നു പറയട്ടെ, അന്ന് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സഖ്യമുണ്ടായിട്ടുണ്ടായി. അവസാന നിമിഷത്തിൽ ഇസ്മായിൽ സാഹിബിനെ തോൽപ്പിക്കാൻ, പ്രാക്കുളം മുഹമ്മദ് കുഞ്ഞിയെ ജയിപ്പിക്കാൻ കോൺഗ്രസിന്റെ വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചു കുത്തുന്ന ഒരു സാഹചര്യം വന്നുണ്ടായി. ഇവിടെ മാത്രമല്ല, കോഴിക്കോട് 2ാം സ്ഥാനത്തുണ്ടായിരുന്ന കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് മാറി. 2ാം സ്ഥാനത്തേക്ക് മഞ്ജുനാഥ റാവു കയറി വന്നു. വെറും 873 വോട്ടിന്റെ വ്യത്യാസത്തിനാണ് മഹാനായ CH മുഹമ്മദ് കോയ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആ സാഹചര്യമാണ് ലീഗിന് പ്രതിസന്ധി. ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് 2 പാർലമെന്റ് സീറ്റ് നേടി എന്നതാണ് ലീഗ് ചെയ്ത ഏറ്റവും വലിയ വിജയം. ആ വിജയം കൊയ്തെടുക്കാൻ നമ്മളെ സഹായിച്ചത് പടച്ച തമ്പുരാനാണ്. അവിടെ നമ്മൾ കാണണ്ടേ, പടച്ച തമ്പുരാന്റെ സഹായമാണ് ഇസ്മായിൽ സാഹിബിനെ ജയിപ്പിച്ചത്. മഹാനായ KC അബൂബക്കർ മൗലവി പറയാറുണ്ടായിരുന്നു, ബദറിൽ മലക്കുകൾ ഇറങ്ങിയതുപോലെയാണ് മണ്ണാറക്കാട്ട് അട്ടപ്പാടിയിൽ മാൻകൂട്ടം ഇറങ്ങിയത്. അന്ന് ആ മാൻകൂട്ടം ഇറങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇസ്മായിൽ സാഹിബ് തോൽക്കുമായിരുന്നു. കൊങ്ങശ്ശേരി കൃഷ്ണൻ 14,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ണാർക്കാട് മണ്ഡലത്തിൽ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണിയപ്പോൾ വെറും 9,000 ചുരുങ്ങി. ആ 9,000 ചുരുങ്ങാൻ കാരണം അട്ടപ്പാടി മേഖലയിൽ കനത്ത മഴ പെയ്ത് മാൻകൂട്ടം ഇറങ്ങിയപ്പോ മാൻകൂട്ടത്തെ കാണുന്നത് അപ്പൊ ശബ്ദം ശകുനം അടക്കമാണ്. നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ മാൻകൂട്ടം കാണാൻ പാടില്ലെന്നാണ് ആദിവാസികളുടെ വിശ്വാസം. ആ വിശ്വാസം അനുസരിച്ച് അവർ വീടുകളിലേക്ക് മടങ്ങിപ്പോയി, വോട്ട് ചെയ്തില്ല. 9,000 വോട്ടുണ്ട്. ആ വോട്ടിൽ 1 വോട്ട് പോലും നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത പ്രദേശമാണ് അട്ടപ്പാടി. അവർ വോട്ട് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് അന്ന് ഇസ്മായിൽ സാഹിബ് ജയിച്ചത്. അങ്ങനെയാണ് മുസ്ലിം ലീഗ് ഇന്നത്തെ പരുവത്തിലെത്തുന്നത്. ഇപ്പൊ മുസ്ലിം ലീഗ് ഇവിടെ ബഹുമാനപ്പെട്ട ഉബൈദുള്ള പറഞ്ഞതുപോലെ നമ്മൾ ഭരിക്കാൻ തുടങ്ങി എന്ന് പറയുന്നത് 67-ലാണ്. നമ്മൾ ഈ പ്രദേശത്തിന്റെ പ്രതിനിധികളായി നിയമസഭയിലെത്തി. 967 സപ്തകക്ഷി ഗവൺമെന്റിൽ നമ്മൾ പങ്കാളികളായി. ആ ഗവൺമെന്റിലെ പങ്കാളിത്തത്തിലൂടെയാണ് മുസ്ലിം ലീഗിനെ മന്ത്രിമാരുള്ള ലീഗായി നമ്മൾ അറിയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കടമ എന്താ? ആ കടമ നിർവഹിക്കുന്നതിൽ ലീഗിന് പറ്റിയ പാളിച്ച എവിടെയാണ്? അതാണ് ഞങ്ങളുടെ ശത്രുക്കൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. അന്ധമായ എതിർപ്പിലൂടെ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്തു? മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഈ പിന്നോക്ക പ്രദേശത്തിന് വേണ്ടി എന്ത് ചെയ്തു? ആ കാര്യമാണ് ഞങ്ങൾ വിശദീകരിക്കുന്നത്. അതിലെവിടെയാണ് അപാകതയുള്ളത് അത് ചൂണ്ടിക്കാണിക്കേണ്ട ബാധ്യത ഞങ്ങളുടെ ശത്രുക്കൾക്കുണ്ട്. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി ചാർജ് എടുത്ത 1967 ഫെബ്രുവരി മാസം, ആ കാലഘട്ടത്തിലെ നമ്മളുടെ രാജ്യത്തിന്റെ ചിത്രം പരിശോധിക്കുക. 1969 നവംബർ 1-നാണ് മലപ്പുറം ജില്ല വരുന്നത്. ഈ ജില്ല വരാൻ വേണ്ടിയിട്ട് മഹാനായ MP മുഹമ്മദ് കുരിക്കൽ നടത്തിയിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടത്തിന്റെ അവസാന ഘട്ടത്തിൽ നമ്പൂതിരിപ്പാട് ഒരു ചെറിയ മാറ്റം കളി നടത്തിയപ്പോ സമ്മതിക്കില്ലെന്ന് ധൈര്യമായി പറയുകയും അതിനുവേണ്ടി
ശക്തമായി മുന്നോട്ട് വരികയും ചെയ്ത അഹമ്മദ് കുരിക്കളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരണവുമായി മല്ലടിക്കുന്ന സന്ദർഭത്തിലാണ് റവന്യൂ മന്ത്രിയായ KR ഗൗരിയമ്മയെ വിളിച്ചു വരുത്തിയിട്ട് എന്റെ അവസാനത്തെ ഒരു ആഗ്രഹമാണ് എന്റെ ജില്ല, ആ ജില്ല നിങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം എന്ന് ഹൃദയസ്പൃക്കായ ഭാഷയിൽ അഹമ്മദ് കുരിക്കൾ ആവശ്യപ്പെട്ടത്. ആ ജില്ല അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ആ ജില്ല കിട്ടുമ്പോൾ ഈ മലപ്പുറം ജില്ലയിലെ സ്ഥിതി എന്താ? അന്ന് 14 ഹൈസ്കൂളാണ് ഈ ജില്ലയിലുള്ളത്.